നമസ്കാരം മാത്യുചേട്ടാ. നമസ്കാരം. ലൈഫ് കോച്ച് മലയാളം എന്ന മാത്യുചേട്ടന്റെ ചാനലിൽ പുതിയൊരു സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞല്ലോ. എന്താണ് മാത്യുചേട്ടാ അത്? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഒരു യാത്രാ വിവരണം ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് പോകുന്ന സ്ഥലം, ആ കാണുന്ന സ്ഥലം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കാസിലാണ് കാണുന്നത്. ആ കാസിലിൻ്റെ ചരിത്രം എന്താണ്, അത് എങ്ങനെയാണ്, അതിൻ്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അത് എന്തുകൊണ്ടാണ് അവിടെ കാസിൽ വന്നത്, അതുപോലെ തന്നെ ഓരോരോ കാഴ്ചകളും അവിടെ എല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ചരിത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ അറിയാതെയാണ് പലപ്പോഴും എല്ലാവരും തന്നെ ഈ യാത്രകളിൽ പോകാറുള്ളതും കാണാറുള്ളതും. കണ്ടു മറന്നു. അതുകൊണ്ട് അതിലേക്ക് ഒരു എത്തിനോട്ടം, അതിൻ്റെ മുഴുവൻ ചരിത്രങ്ങളും അടങ്ങുന്ന ഒരു യാത്രാ വിവരണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജേർണി ആരംഭിക്കുകയാണ്. കുട്ടികൾക്കും ചരിത്രം അറിയാൻ താല്പര്യമുള്ളവർക്കും UK-യുടെ ഈ വിസ്മയങ്ങളെല്ലാം ഒരു മനോഹരമായ ഓർമ്മയായി ഇത് സൂക്ഷിച്ചു വെക്കാൻ കഴിയുമല്ലേ? തീർച്ചയായിട്ടും. അതായത് കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ എക്സ്കർഷൻ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പല സ്റ്റഡി ടൂറുകളായിട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ചരിത്രം ഇഷ്ടപ്പെടുന്ന മുതിർന്നവർക്ക് അവർ യാത്ര പോകുമ്പോൾ പലപ്പോഴും പല കാഴ്ചകളും അവർ കാണുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ തന്നെ കണ്ടു മറക്കുകയാണ് ചെയ്യുന്നത്. ഇതവരുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ വിധത്തിൽ അതിൻ്റെ പിന്നിലുള്ള ചരിത്രം മുഴുവൻ നമ്മൾ വിവരിച്ചുകൊണ്ടുള്ള ഒരു യാത്രാവിവരണം കൂടിയാണ്. അതിലെ വിസ്മയമായ കാഴ്ചകളും അതിലെ ചരിത്രവും ഉൾക്കൊള്ളുന്ന ഒരു ജേർണി ആയിട്ടാണ് അതിനെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു യാത്രാ വിവരണ വീഡിയോ പോലെ അല്ലേ? അതെ. UK-യുടെ കാഴ്ചകൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കാഴ്ചകളും ചരിത്രവും അറിയാനായി ഈ ചാനലിലൂടെ നമ്മൾക്കും കാത്തിരിക്കാം. യാത്രകൾ അവസാനിക്കുന്നത് നമ്മൾ എത്തിച്ചേരുന്ന ഇടങ്ങളിലല്ല, മറിച്ച് വഴിയരികിൽ നമ്മൾ കണ്ടുമുട്ടിയ കാഴ്ചകളിലും കേട്ടറിഞ്ഞ കഥകളിലും മനസ്സിൽ പതിഞ്ഞ 1000 ഓർമ്മകളിലുമാണ്. അപരിചിതമായ വഴികളിലൂടെ നടക്കുമ്പോൾ, പുതിയ കാഴ്ചകൾ കണ്ണുകളെ തേടിയെത്തുമ്പോൾ, ഓരോ വളവിനപ്പുറവും ഒരു പുതിയ ലോകം നമ്മെ കാത്തിരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മളും ആ യാത്രയുടെ ഒരു ഭാഗമായി തീരുന്നു. അങ്ങനെ ഒരു യാത്രയുടെ വഴികളിലൂടെ സഞ്ചരിച്ച് കാഴ്ചകളെ കഥകളാക്കി ഓർമ്മകളെ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ഒരു ചെറിയ യാത്രാ വിവരണവുമായി ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. ഇന്നത്തെ യാത്ര എവിടേക്കാണ്? എന്തൊക്കെയാണ് ആ യാത്രയിൽ നമ്മെ കാത്തിരിക്കുന്നത്? വഴികൾ നമ്മെ കൊണ്ടുപോകുന്നിടത്തേക്കാൾ ആ വഴികൾ നമ്മളിൽ അവശേഷിപ്പിക്കുന്നതായിരിക്കും ഈ യാത്രയുടെ ഏറ്റവും മനോഹരമായ കഥ. അപ്പോൾ വരൂ, ഈ യാത്രയുടെ ആദ്യ ചുവടുകൾ നമുക്ക് ഒരുമിച്ച് വയ്ക്കാം. ഒരു നദിയുടെ മുകളിലൂടെ ഒഴുകുന്ന ഒരു കനാൽ. കേൾക്കുമ്പോൾ തന്നെ അതിശയമായി തോന്നുന്നില്ലേ? പ്രകൃതിയുടെ വഴികളെ പിന്തുടർന്ന് മനുഷ്യൻ യാത്ര ചെയ്തിരുന്നൊരു കാലത്ത് നദികൾക്ക് മുകളിലൂടെ കനാലുകൾ നിർമ്മിക്കുക എന്നത് ഒരു സ്വപ്നം പോലെയായിരുന്നു. എന്നാൽ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റിയ ഒരു അത്ഭുത കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വെയിൽസിൻ്റെ മനോഹരമായ പ്രകൃതി ഭംഗികൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിടത്തും നമ്മൾ എത്തിച്ചേരുന്നു. താഴെ ഒഴുകുന്നത് റിവർ ഡീ. അതിനു മുകളിലൂടെ അതിശയകരമായി നീളുന്ന ഒരു കനാൽ. ഒരിക്കൽ മനുഷ്യൻ്റെ എഞ്ചിനീയറിംഗ് കഴിവിൻ്റെ അതിരുകൾ പരീക്ഷിച്ച ഈ നിർമ്മിതി ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത്രയും വലിയൊരു ഘടന എങ്ങനെ നിർമ്മിച്ചിരിക്കാം? കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ചേർത്ത് പ്രകൃതിയുടെ ശക്തിയെ വെല്ലുവിളിക്കാതെ അതിനൊപ്പം ചേർന്ന് നദിയുടെ ഒഴുക്കിന് മുകളിലൂടെ ഒരു പുതിയ ജലപാത സൃഷ്ടിച്ച്. ഇത് വെറും ഒരു കനാൽ മാത്രമല്ല, മനുഷ്യൻ്റെ സ്വപ്നങ്ങളും പരിശ്രമങ്ങളും എങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നതിൻ്റെ ഒരു ജീവിക്കുന്ന തെളിവ് കൂടിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ താഴെ ഒഴുകുന്ന നദിയെയും മുകളിലൂടെ ശാന്തമായി നീങ്ങുന്ന കനാലിനെയും ഒരേ സമയം കാണാം. ഒരു വശത്ത് പ്രകൃതിയുടെ അത്ഭുതം, മറുവശത്ത് മനുഷ്യൻ്റെ സൃഷ്ടിപരമായ ചിന്ത. ഇരുവരും ഒന്നിച്ചു ചേരുന്ന ഈ കാഴ്ചയാണ് ഈ യാത്രയെ ഇത്രയും മനോഹരമാക്കുന്നത്. കാലം ഒരുപാട് മാറി, പക്ഷേ ഈ കനാലിലൂടെ ഒഴുകുന്ന ജലത്തിനും താഴെ ഒഴുകുന്ന നദിക്കും പറയാനുള്ള കഥകൾ ഇന്നും ബാക്കിയാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു മനോഹരമായ കാഴ്ച മാത്രമല്ല, ചരിത്രവും പ്രകൃതിയും മനുഷ്യൻ്റെ കഴിവും ഒരേ ഫ്രെയിമിൽ ഒത്തുചേരുന്ന ഒരു അത്ഭുത നിമിഷമായിരിക്കും. പക്ഷേ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഈ സ്ഥലത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചരിത്രത്തിൻ്റെ പുതിയൊരു അധ്യായം കൂടി നമ്മളെ കാത്തിരിക്കുന്നു. അതെന്താണ്? ഈ കനാൽ എപ്പോൾ നിർമ്മിക്കപ്പെട്ടു? എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയൊരു നിർമ്മിതി ഇവിടെ ഉയർന്നത്? ഇതിൻ്റെ പിന്നിലെ മനുഷ്യരുടെ കഥ എന്താണ്? വെയിൽസിൻ്റെ പച്ചപ്പാർന്ന മലനിരകൾക്കിടയിൽ ഒരു നദിക്ക് മുകളിലൂടെ മറ്റൊരു ജലപാത ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന അത്ഭുത കാഴ്ചയിലേക്കാണ് ഇത്. ഇതൊരു നദിയുടെ കഥയാണ്.
ഇത് ഒരു കനാലിൻ്റെ കഥയാണ്, മനുഷ്യൻ്റെ സ്വപ്നങ്ങളുടെ കഥയാണ്. പ്രകൃതിയുടെ വഴികളെ മറികടക്കാതെ അതിനൊപ്പം സഞ്ചരിക്കാൻ പഠിച്ച ഒരു കാലത്തിൻ്റെ കഥയാണ്. താഴെ ശാന്തമായി ഒഴുകുന്നതാണ് റിവർ ഡി എന്ന നദി. പക്ഷേ അതിനു മുകളിലൂടെ ഒരു നദിയെപ്പോലെ തന്നെ വെള്ളം നിറഞ്ഞ മറ്റൊരു പാതയുണ്ട്. അതാണ് അക്യൂഡക്റ്റ് എന്നറിയപ്പെടുന്ന കനാൽ. ഇന്ന് നമ്മൾ ഇവിടെ കാണുന്നത് ഒരു മനോഹരമായ കാഴ്ച മാത്രമാണെന്ന് തോന്നാം. പക്ഷേ ഈ കല്ലുകൾക്കും ഇരുമ്പിനും പിന്നിൽ 2 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു കഥയുണ്ട്. ആ കഥ നമ്മെ തിരികെ കൊണ്ടുപോകുന്നത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തേക്കാണ്. വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായി ബ്രിട്ടൻ അതിവേഗത്തിൽ മാറിക്കൊണ്ടിരുന്ന കാലം. ഫാക്ടറികൾ വളർന്നു. കൽക്കരിയും ഇരുമ്പും ചുണ്ണാമ്പ് കല്ലും പോലെയുള്ള വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു. പക്ഷേ ആ സമ്പത്ത് കിടന്നിരുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുക അത്ര എളുപ്പമായിരുന്നില്ല. അന്നത്തെ കാലത്ത് വലിയ ഭാരങ്ങൾ ദൂരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും സൗകര്യപ്രദമായ മാർഗം ജലപാതകളായിരുന്നു. അങ്ങനെ നദികളെയും വ്യവസായ നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കനാൽ ശൃംഖലയുടെ സ്വപ്നം ഇവിടെ രൂപം കൊണ്ടു. 1793 എൽസ്മേർ കനാൽ പദ്ധതിക്ക് അനുമതി ലഭിച്ചു. റിവർ മേഴ്സയെയും റിവർ ഡിയെയും റിവർ സെവറിനെയും ബന്ധിപ്പിക്കുന്ന വലിയൊരു ജലപാത എന്നതായിരുന്നു ആ സ്വപ്നത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ സ്വപ്നം വരച്ചിടുന്നത് എളുപ്പമായിരുന്നു. അത് മലകളും താഴ്വരകളും നദികളും നിറഞ്ഞ ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കുക അത് മറ്റൊരു കഥയായിരുന്നു. ഈ ദുഷ്കരമായ ദൗത്യത്തിൻ്റെ ഭാഗമായി വില്യം ജെസോപ്പ് എന്ന പ്രശസ്ത എഞ്ചിനീയറും പിന്നീട് തൻ്റെ പ്രതിഭ കൊണ്ട് ലോകപ്രശസ്തനായ തോമസ് ടെൽഫോർഡും രംഗത്തെത്തി. മുന്നിൽ ഒരു വലിയ ചോദ്യം മാത്രം: കനാൽ എങ്ങനെ ഈ ആഴമേറിയ താഴ്വര കടക്കും? കനാലിനെ താഴേക്ക് കൊണ്ടുവന്ന് ലോക്കുകൾ ഉപയോഗിച്ച് നദി മുറിച്ചു കടക്കാമായിരുന്നു. പക്ഷേ അതിന് വലിയ അളവിൽ വെള്ളം ആവശ്യമായിരുന്നു. അതോടൊപ്പം ഈ കുന്നിൻ പ്രദേശത്ത് കനാലിനെ താഴേക്കും പിന്നെ വീണ്ടും മുകളിലേക്കും കൊണ്ടുപോകുന്നത് അത്യന്തം സങ്കീർണമായിരുന്നു. അതിനാൽ അവർ തിരഞ്ഞെടുത്തത് അന്നത്തെ കാലത്ത് അതിശയകരമെന്ന് തോന്നിയ ഒരു ആശയമാണ്: കനാലിനെ തന്നെ ആകാശത്തിലൂടെ കൊണ്ടുപോവുക. അങ്ങനെ റിവർ ഡിയുടെ മുകളിലൂടെ ഭൂമിയിൽ നിന്ന് ഏകദേശം 38 മീറ്റർ ഉയരത്തിൽ ഒരു കനാൽ നിർമ്മിക്കാനുള്ള തീരുമാനമായി. ഇരുമ്പും കല്ലും ചേർത്ത് മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളും ധൈര്യവും പരീക്ഷിച്ച് താഴെ ഒരു നദി ഒഴുകുമ്പോൾ അതിനു മുകളിലൂടെ മറ്റൊരു ജലപാത ഒഴുകുന്ന ഒരു അത്ഭുതം സൃഷ്ടിക്കപ്പെട്ടു. 1795 ആരംഭിച്ച നിർമ്മാണം വർഷങ്ങളോളം നീണ്ടു. കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ഉയർന്നു. ഇരുമ്പ് വളവുകൾ ആകാശത്തേക്ക് ഉയർന്നു. മനുഷ്യരുടെ അധ്വാനം ഓരോ ദിവസവും ഈ താഴ്വരയുടെ രൂപം മാറ്റിക്കൊണ്ടേയിരുന്നു. അവസാനം 1805 ഈ മഹത്തായ അക്വാഡക്റ്റ് പൂർത്തിയായി. അന്ന് ഇതൊരു പാലം മാത്രമായിരുന്നില്ല. മനുഷ്യൻ്റെ എഞ്ചിനീയറിംഗ് സ്വപ്നങ്ങൾക്കും പ്രകൃതിയുടെ അതിരുകൾക്കുമിടയിൽ പണിത ഒരു പുതിയ വഴിയായിരുന്നു ഇത്. ഏകദേശം 300 മീറ്ററിലധികം നീളത്തിൽ 19 ഇരുമ്പ് ആർക്കുകളുമായി ഉയർന്നു നിൽക്കുന്ന ഈ അക്വാഡക്റ്റ് തൻ്റെ കാലത്തെ ഏറ്റവും ധീരമായ എഞ്ചിനീയറിംഗ് അച്ചീവ്മെൻറ്റ്സിലൊന്നായി മാറി. മുകളിൽ കനാൽ, അതിനുള്ളിൽ വെള്ളം, അതിലൂടെ സഞ്ചരിച്ചിരുന്ന അനേകം ചരക്കു ബോട്ടുകൾ. താഴെ ശാന്തമായി ഒഴുകുന്ന റിവർ ഡി എന്ന നദി. ഒരേ സ്ഥലത്ത് 2 ജലപാതകൾ. ഒന്ന് പ്രകൃതിയുടെ സൃഷ്ടി, മറ്റൊന്ന് മനുഷ്യൻ്റെയും. ഇരുവരും തമ്മിൽ ഒരു പാലം പോലെ. വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്ത് ഈ കനാലുകൾ വഴി ഭാരമേറിയ ചരക്കുകൾ കൊണ്ടുപോകുന്നത് വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ സഹായമായി. അന്ന് ഏകദേശം 30 ടൺ വരെ ചരക്ക് വഹിക്കാൻ കഴിയുന്ന നാരോ ബോട്ടുകൾ ഈ ജലപാതകളിലൂടെ സഞ്ചരിച്ചിരുന്നു. കാലം കടന്നുപോയി, വ്യവസായങ്ങൾ മാറി, ഗതാഗത മാർഗങ്ങൾ മാറി, ട്രെയിനുകളും റോഡുകളും വന്നു. പക്ഷേ ഈ ഇരുമ്പ് പാലം അവിടെ തന്നെ നിന്നു, കാലത്തിൻ്റെ മാറ്റങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട്. ഒരിക്കൽ വ്യവസായ വിപ്ലവത്തിൻ്റെ ചലനങ്ങൾ വഹിച്ചിരുന്ന ഈ ജലപാത ഇന്ന് സഞ്ചാരികളുടെ സ്വപ്നങ്ങളും വഹിച്ച് യാത്ര തുടരുകയാണ്. 2009 അക്വാഡക്റ്റ് ആൻഡ് കനാൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടി. ഇന്ന് ഇത് വ്യവസായ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ സൃഷ്ടിപരമായ കഴിവിൻ്റെയും എഞ്ചിനീയറിംഗ് മികവിൻ്റെയും അപൂർവ സാക്ഷ്യമായി ലോകം അംഗീകരിക്കുന്നു. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ റിവർ ഡി നമ്മൾക്ക് കാണാം. മുകളിലേക്ക് നോക്കുമ്പോൾ കനാൽ കാണാം. പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാൽ നമ്മൾ കാണുന്നത് ഒരു പാലമല്ല, കാലത്തെ മറികടന്ന്
ഇന്ന് നിലനിൽക്കുന്ന ഒരു മനുഷ്യ സ്വപ്നമാണ്. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത് സാധ്യമാകുമോ എന്ന് ചോദിച്ച മനുഷ്യരുടെ ധൈര്യത്തിന് ഇന്നും ഈ താഴ്വരയിൽ ഒരു മറുപടി മുഴങ്ങുന്നുണ്ട്. അതെ, സാധ്യമാണ്. കാരണം മനുഷ്യൻ സ്വപ്നം കാണുമ്പോൾ ചിലപ്പോൾ ആ സ്വപ്നങ്ങൾ കല്ലിലും ഇരുമ്പിലും പണിതുയർന്ന് ചരിത്രമായി മാറുന്നു. അത്തരം ഒരു ചരിത്രത്തിൻ്റെ മുകളിലൂടെ ഇന്ന് നമ്മളും ഒരു ചെറിയ യാത്ര നടത്തി. ഇവിടെ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യമുയരുന്നു. ഈ കനാലിലൂടെ ഒഴുകുന്ന വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? ഒരു കനാൽ നിർമ്മിച്ചാൽ മാത്രം പോരല്ലോ, അതിൽ എപ്പോഴും വെള്ളം വേണം. അപ്പോൾ ഈ മലനിരകളുടെ മുകളിലൂടെ സഞ്ചരിക്കുന്ന ഈ കനാലിന് വെള്ളം നൽകുന്നത് ആരാണ്? അതിനുള്ള ഉത്തരമാണ് ഹോഴ്സ് ഷൂ ഫോൾസ്. റിവർ ഡിയുടെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്ന ഒരു വലിയ അണക്കെട്ടല്ല അത്. പകരം ചന്ദ്രക്കല പോലെ വളഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ വേറാണ്. തോമസ് ടെൽഫോർഡ് രൂപകൽപ്പന ചെയ്ത ഈ ഹോഴ്സ് ഷൂ ഫോൾസിൻ്റെ പ്രധാന ലക്ഷ്യം റിവർ ഡിയിൽ നിന്ന് വെള്ളം കനാൽ സംവിധാനത്തിലേക്ക് ഒഴുക്കി വിടുക എന്നതായിരുന്നു. ഇവിടെ പ്രകൃതിയുടെ ഒഴുക്ക് നിർത്തുന്നില്ല, അത് വഴി തിരിച്ചു വിടുക മാത്രമാണ് ചെയ്യുന്നത്. റിവർ ഡിയുടെ വെള്ളം ഹോഴ്സ് ഷൂ ഫോൾസിലൂടെ കനാലിൻ്റെ ജീവനായി തീരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ട അക്വാഡക്റ്റും ഇപ്പോൾ കാണുന്ന ഹോഴ്സ് ഷൂ ഫോൾസും 2 വ്യത്യസ്ത നിർമ്മിതികളായി തോന്നിയാലും വാസ്തവത്തിൽ അവ ഒരേ വലിയ കഥയുടെ 2 അധ്യായങ്ങളാണ്. ഒന്ന് വെള്ളത്തെ ആകാശത്തിലൂടെ കൊണ്ടുപോകുന്നു, മറ്റൊന്ന് വെള്ളത്തെ നദിയിൽ നിന്ന് കനാലിലേക്ക് എത്തിക്കുന്നു. ഒന്ന് മനുഷ്യൻ്റെ എഞ്ചിനീയറിംഗ് മികവിൻ്റെ ഉയരം കാണിക്കുന്നു, മറ്റൊന്ന് അവൻ്റെ പ്രകൃതിയോടുള്ള ബുദ്ധിപരമായ സഹവർത്തിത്വം കാണിക്കുന്നു. ഇതാണ് ഈ ജലപാതയുടെ ഏറ്റവും വലിയ അത്ഭുതം. ഹോഴ്സ് ഷൂ ഫാൾസിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ജലപാത ലങ്കോളൻ ഭാഗത്തേക്ക് നീങ്ങുന്നു. പിന്നീട് ഈ വെള്ളം അക്വാഡക്റ്റിലൂടെ റിവർ ഡിയുടെ മുകളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്ന ഈ കനാൽ ഒരു സാധാരണ കനാലല്ല, ഇതൊരു വലിയ ജലശൃംഖലയാണ്. ഒരു കാലത്ത് വ്യവസായത്തിൻ്റെ ഹൃദയത്തിലേക്ക് ജീവൻ എത്തിച്ചിരുന്ന ഒരു ജലപാത. കൽക്കരി, ഇരുമ്പ്, ചുണ്ണാമ്പുകല്ല്, മറ്റ് ഭാരമേറിയ വസ്തുക്കൾ ഇവയെല്ലാം ജലപാതകളിലൂടെ കൊണ്ടുപോകാൻ ഈ കനാൽ സഹായിച്ചിരുന്നു. അന്ന് ഒരു കനാലിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു ബാർജ് എന്നത് ഇന്നത്തെ ഒരു ലോറിയെ പോലെ ആയിരുന്നു. പക്ഷേ റോഡിലൂടെ ഒരു ലോറി സഞ്ചരിക്കുന്നത് പോലെ ആയിരുന്നില്ല അതിൻ്റെ യാത്ര. അത് പതുക്കെ വളരെ ശാന്തമായി വെള്ളത്തിൻ്റെ ഒഴുക്കിനൊപ്പം ഈ മലനിരകളുടെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ചിരുന്നു. ഒരിക്കൽ വ്യവസായത്തിൻ്റെ ചലനങ്ങൾ വഹിച്ചിരുന്ന ഈ ജലപാത ഇന്ന് വിനോദസഞ്ചാരികളുടെ സ്വപ്നങ്ങൾ വഹിച്ച് യാത്ര തുടരുന്നു. ഇന്നിവിടെ യാത്രക്കാരാണ് സഞ്ചരിക്കുന്നത്. ഒരിക്കൽ ഫാക്ടറികളുടെ ശബ്ദം കേട്ടിരുന്നിരിക്കാം. ഇന്ന് കാറ്റിൻ്റെ ശബ്ദവും വെള്ളത്തിൻ്റെ ശബ്ദവും പച്ചപ്പിൻ്റെ നിശബ്ദതയുമാണിവിടെ. കാലം മാറി, പക്ഷേ ഈ കനാൽ മാത്രം മാറിയില്ല. അതിന്നും ഒഴുകുന്നു, അതിന്നും സഞ്ചരിക്കുന്നു. ചരിത്രം ഇന്നും അതിൻ്റെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നു. പക്ഷേ ഈ യാത്രയുടെ കഥ അക്വാഡക്റ്റിൽ അവസാനിക്കുന്നില്ല. അക്വാഡക്റ്റിലേക്കുള്ള യാത്രയിൽ മറ്റൊരു വലിയ താഴ്വരയും മനുഷ്യന് മറികടക്കേണ്ടതായി വന്നു. അവിടെയും കനാൽ താഴേക്ക് ഇറങ്ങിയില്ല. പകരം മനുഷ്യൻ വീണ്ടും ഒരു അക്വാഡക്റ്റ് പണിതു. അതോടൊപ്പം കനാലിന് മലയുടെ ഉള്ളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിടത്ത് ടണൽസ് നിർമ്മിച്ചു. അങ്ങനെ ഈ 18 കിലോമീറ്ററോളം നീളുന്ന ജലപാതയുടെ കഥയിൽ അക്വാഡക്റ്റുകളും ടണലുകളും കട്ടിങ്സുകളും പാലങ്ങളും വേറുകളും എല്ലാം ഒരേ വലിയ എഞ്ചിനീയറിംഗ് കഥകളുടെ ഭാഗങ്ങളായി മാറി. ഇതെല്ലാം ചേർന്നതാണ് ഇന്നത്തെ അക്വാഡക്റ്റ് ആൻഡ് കനാൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. യുനെസ്കോയുടെ വിലയിരുത്തലിൽ ഈ കനാൽ നിർമ്മാണം അസമമായ ഭൂഭാഗങ്ങളിൽ ലോക്കുകൾ ഉപയോഗിക്കാതെ തന്നെ ജലപാത മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നതിനാൽ അതീവ സങ്കീർണമായ സിവിൽ എഞ്ചിനീയറിംഗ് പരിഹാരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ കാലത്തെ ഒന്ന് സങ്കല്പിച്ച് നോക്കാം. യന്ത്രങ്ങൾ ഇന്നത്തെ പോലെ ശക്തമായിരുന്നില്ല, ആധുനിക കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നില്ല, സാറ്റലൈറ്റ് ടെക്നോളജി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും മനുഷ്യൻ ഭൂമിയെ അളന്നു, നദിയുടെ ഒഴുക്ക് പഠിച്ചു, മലകളുടെ ഉയരം കണക്കാക്കി, ഇരുമ്പിൻ്റെ ശക്തി പരീക്ഷിച്ചു, കല്ലുകൾ പണിതുയർത്തി. അവസാനം ഒരു കാലത്തിൻ്റെ സ്വപ്നത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന ചരിത്രം. ഒരിക്കൽ ചരക്കുകൾ വഹിച്ചിരുന്ന ജലപാത ഇന്ന് ഓർമ്മകളെ വഹിക്കുന്നു. ഒരിക്കൽ വ്യവസായ വിപ്ലവത്തിൻ്റെ ചലനങ്ങൾക്ക് വഴിയൊരുക്കിയ ഈ കനാൽ ഇന്ന് നമ്മളെ ചരിത്രത്തിലേക്ക് യാത്ര ചെയ്യിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാര്യമാണ്: ചില നിർമ്മിതികൾ മനുഷ്യൻ പണിയുന്നതാണ്, പക്ഷേ
കാലം അവയ്ക്ക് കഥകൾ നൽകുന്നു. അക്വാഡക്റ്റ് അത്തരമൊരു കഥയാണ്. റിവർ ഡിയുടെ ഒഴുക്കിനൊപ്പം ലാംഗോളൻ കനാലിൻ്റെ ശാന്തമായ ജലത്തിനൊപ്പം ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കഥ. ഇന്ന് നമ്മൾ കണ്ടത് ഒരു അക്വാഡക്റ്റ് മാത്രമല്ല, ഒരു നദിയിൽ നിന്ന് ആരംഭിച്ച് ഒരു കനാലിലൂടെ സഞ്ചരിച്ച് ഒരു താഴ്വരയെ മറികടന്ന് ചരിത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു യാത്രയാണ്. അങ്ങനെ ഒരു നദിയുടെ ഒഴുക്കിനൊപ്പം തുടങ്ങി ഒരു കനാലിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ചരിത്രത്തിൻ്റെ ഓർമ്മകളിലൂടെ കടന്നുപോയ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ യാത്രകൾക്കൊരിക്കലും യഥാർത്ഥത്തിൽ അവസാനമില്ലല്ലോ. ഒരു കാഴ്ച അവസാനിക്കുമ്പോൾ മറ്റൊരു കാഴ്ച നമ്മളെ കാത്തിരിക്കുന്നു. ഒരു കഥ അവസാനിക്കുമ്പോൾ മറ്റൊരു കഥ പതുക്കെ നമ്മളെ വിളിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ട ഈ കാഴ്ചകളും അറിഞ്ഞ ഈ ചരിത്രവും ഈ യാത്രയുടെ ഓർമ്മകളും നിങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കട്ടെ. ഇനിയും ഒരുപാട് വഴികൾ നമ്മളെ കാത്തിരിക്കുന്നു, ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് കഥകൾ. അവയിലേക്കുള്ള നമ്മുടെ യാത്രയും തുടരും. അപ്പോൾ പുതിയൊരു വഴിയിലൂടെ പുതിയൊരു കാഴ്ചയുമായി പുതിയൊരു കഥയുമായി വീണ്ടും നമ്മൾക്ക് കണ്ടുമുട്ടാം. അതുവരെ നന്ദി. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചതിന് അടുത്തൊരു യാത്രയിൽ വീണ്ടും കാണാം.